സോ ഇൻ ദ ലാസ്റ്റ് ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ബ്ലൂംസ് ടാക്സോണമി ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പലരും വിചാരിച്ചിട്ടുണ്ടാവും എന്താണ് ബ്ലൂംസ് ടാക്സോണമി ഓഫ് ലേണിംഗ് അല്ലെ? നിങ്ങളുടെ എക്സാമിന് പോകുന്ന സമയത്ത് നിങ്ങൾ കയ്യിൽ കരുതേണ്ട കാര്യമുണ്ട്. എന്താ അത്? പെന്നും പേപ്പറും ആണോ? അല്ല. സോ നിങ്ങൾ കയ്യിൽ കരുതേണ്ട പ്രധാനമായിട്ടും എന്താ? കോഗ്നിറ്റീവ് സ്കില്ലാണ്. സോ എന്താണ് ഈ കോഗ്നിറ്റീവ് സ്കിൽ എന്ന് പറയുന്നത്? സോ എന്താണ് ഈ കോഗ്നിറ്റീവ് സ്കിൽ? എന്ത് നിങ്ങൾ ക്യാരി ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പോകുന്ന ടോപ്പിക് ആണ് എന്ത്? ബ്ലൂംസ് ടാക്സോണമി ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ യു വോണ്ട് ടു നോ എന്തറിയണം? whether this question is an analytical type of question or applying level of question or evaluating level of question എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അല്ലെ? സോ അതിന് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു 6 സ്റ്റെപ്പ് ഉണ്ട്. സോ ഏറ്റവും ആദ്യം ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താ? റിമെമ്പറിങ്. എന്താണ് റിമെമ്പറിങ്? എന്താണ് ക്വസ്റ്റ്യന്റെ കണ്ടന്റ് അല്ലെങ്കിൽ സബ്ജക്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ക്വസ്റ്റ്യനിൽ ഒരു പേഷ്യന്റിന് എന്ത് തന്നിട്ടുണ്ട്? റാൻഡം ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്തു, വാല്യൂ എന്ന് പറയുന്നത് 50 gram per dl ആണ്. ഓക്കെ, സോ 50 എന്ന് കാണുമ്പോൾ നിങ്ങൾ എന്താണ് ഏറ്റവും ആദ്യം ചിന്തിക്കുക? പേഷ്യന്റ് ഹൈപ്പോഗ്ലൈസീമിയ ആണെന്ന്. എങ്ങനെ നിങ്ങൾ അത് ചിന്തിച്ചു? കാരണം നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്തു? റിമെമ്പർ ചെയ്തു. എന്ത് റിമെമ്പർ ചെയ്തു? വാട്ട് ഈസ് ദ നോർമൽ റേഞ്ച് ഓഫ് GRBS അല്ലെ? GRBS ചെക്ക് ചെയ്യുമ്പോൾ നോർമൽ എത്രയാണ് ബ്ലഡ് ഷുഗർ ലെവൽ എന്നുള്ളത് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്തു, ഓർത്തു. സോ നോർമൽ ലെവൽ നിങ്ങൾക്ക് അറിയാം എന്താണത്? 70 to 110 gram per dl ആണ്. അപ്പൊ 50 mg per dl എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് ലെസ് ദാൻ ദ നോർമൽ. അതിനർത്ഥം എന്താണ്? ക്ലയന്റ് ഇസ് ഹൈപ്പോഗ്ലൈസെമിക്. സോ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്തു? റിമെമ്പറിംഗ്. സെക്കൻഡ് സ്റ്റെപ്പ് അപ്പ് എന്താണ്? അണ്ടർസ്റ്റാൻഡിംഗ്. ഓക്കെ, സോ ഇൻ ദ ബ്ലൂംസ് ടാക്സോണമി ഓഫ് ലേണിംഗ് ദ സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് വാട്ട്? അണ്ടർസ്റ്റാൻഡിംഗ്. മൂന്നാമത് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്? ഇമ്മീഡിയറ്റ്ലി പേഷ്യന്റ് ഹൈപ്പോഗ്ലൈസീമിയ മാറാൻ അല്ലെ, പേഷ്യന്റ് കൊളാപ്സിലേക്ക് പോവാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? സോ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? അപ്ലൈയിങ് ആണ്. സോ ഹൈപ്പോഗ്ലൈസീമിയയിലേക്ക് പേഷ്യന്റ് ഇപ്പം പോയി, പേഷ്യന്റ് കൊളാപ്സ് ആവാതിരിക്കാൻ നമ്മൾ ഇമ്മീഡിയറ്റ്ലി എന്ത് കൊടുക്കണം? കാർബോഹൈഡ്രേറ്റ് അല്ലെ, ഫാസ്റ്റ് ആക്ടിങ് കാർബോഹൈഡ്രേറ്റ് നമ്മൾ കൊടുത്തിരിക്കണം. ഫോർ എക്സാമ്പിൾ 10 to 15 gram of what? ഓറഞ്ച് ജ്യൂസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം അല്ലെ? പ്രൊവൈഡ് ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് പേഷ്യന്റ് ബാക്ക് ടു നോർമലിലേക്ക് വരാൻ എടുക്കുന്ന സമയം നമുക്ക് എന്ത് ചെയ്യാം? അനലൈസ് ചെയ്യാം. സോ ദ ഫോർത്ത് സ്റ്റെപ്പ് ഇൻ ദ ബ്ലൂംസ് ടാക്സോണമി ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് അനലൈസിങ്. നമ്മൾ എന്താണ് അനലൈസ് ചെയ്യുന്നത്? പേഷ്യന്റ് ഹൈപ്പോയിലേക്ക് പോയിരുന്നപ്പോൾ വാട്ട് ഓൾ വർ ദ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഷോൺ ബൈ ദി ക്ലയന്റ്? എന്തൊക്കെയായിരുന്നു? പേഷ്യന്റ് ഹെഡേക്ക് ഉണ്ടായിരുന്നോ? ട്രോമേഴ്സ് ഉണ്ടായിരുന്നോ? ഓക്കെ, നല്ല സ്വെറ്റിംഗ് ഉണ്ടായിരുന്നോ? എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അപ്പൊ എന്ത് ചെയ്യുവാണ്? അനലൈസ് ചെയ്യുവാണ്. ഓക്കെ, അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ആ ഒരു ടൈം പീരീഡ് കൊണ്ട് പേഷ്യന്റ് എന്തായിട്ടുണ്ടാവും? നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടാണ് അനലൈസ് ചെയ്യാൻ പോയത് അല്ലെ? സോ പേഷ്യന്റ് വിൽ ബി ബാക്ക് ടു നോർമൽ ആവേണ്ട സമയമായിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തത് ഇവാലുവേറ്റ് ചെയ്യണം. എന്ത് ഇവാലുവേറ്റ് ചെയ്യണം? പേഷ്യന്റ് ബാക്ക് ടു നോർമൽ ആയോ അല്ലയോ എന്ന് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പൊ ഈ കേസില് ഇപ്പൊ ഹൈപ്പോഗ്ലൈസീമിയ വന്ന കേസ് ആയതുകൊണ്ട് നമുക്ക് വീണ്ടും എന്ത് ചെക്ക് ചെയ്ത് നോക്കാം? വീണ്ടും പേഷ്യന്റ് ബ്ലഡ് ഷുഗർ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. എന്തിനു വേണ്ടിയിട്ട്? ഇവാലുവേഷൻ പർപ്പസ്. വെദർ ദ ബ്ലഡ് ഷുഗർ ലെവൽ ഇസ് ബാക്ക് ടു നോർമൽ ഓർ നോട്ട്, 70 to 110 ഉള്ളിലേക്ക് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഇവാലുവേറ്റ് ചെയ്യാം. ആൻഡ് ഫൈനലി ഇവാലുവേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്. ഇവാലുവേഷൻ കഴിഞ്ഞ പിന്നെ എന്താ സ്റ്റെപ്പ്? അതല്ല ആലോചിക്കുന്നത്, വേറെ ഒന്നുമല്ല, ക്രിയേറ്റിംഗ്. എന്താണ് ഇവിടെ ഒരു ക്രിയേറ്റീവ്നെസ് എന്ന് പറഞ്ഞാല്? പേഷ്യന്റ് ഓൾറെഡി ഡയബറ്റിക് ആണ്, മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്ന ക്ലയന്റ് ആണ്, എന്നിട്ട് പോലും ക്ലയന്റിന് ഹൈപ്പോ അടിച്ചു. ഓക്കെ, ഹൈപ്പോഗ്ലൈസീമിയ വന്നു. സോ ഇനി ഫ്യൂച്ചറിൽ ഇത് റിപ്പീറ്റ് വരാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, we are collaborating with what? Other healthcare providers. മറ്റുള്ള ഫിസിഷ്യൻ ആയിട്ടും ഡയബറ്റിക് സ്പെഷ്യലിസ്റ്റ് ആയിട്ടും ഡയറ്റീഷ്യൻ ആയിട്ടും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? കൊളാബറേറ്റ് ചെയ്ത് ഇനി ഇത് വീണ്ടും വരാതിരിക്കാൻ എന്തു ചെയ്യാം എന്ന് നമ്മൾ വീണ്ടും നോക്കുന്നതാണ് എന്ത്? ക്രിയേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് അത് ഏത് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ ആണ്? whether it is remembering. Of course നമുക്ക് ലാബ് വാല്യൂസ് ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ എന്താ ആലോചിക്കണം? what was the normal value? ഫോർ എക്സാമ്പിൾ പൊട്ടാഷ്യം ഒക്കെയാണ് ചോദിക്കുന്നത് വെച്ചാൽ പൊട്ടാഷ്യത്തിന്റെ നോർമൽ റേഞ്ച് എത്രയാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ റിമെമ്പർ ചെയ്യണം. ഓക്കെ, പിന്നെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാം whether the client is having hypo അല്ലെങ്കിൽ ഹൈപ്പർ ആണോ എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. എന്ത് ചെയ്യണം എന്നുള്ളതാണ് അടുത്തത്. അപ്ലൈയിങ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? നമ്മുടെ കോഗ്നിറ്റീവ് സ്കിൽ. ഇപ്പൊ ക്ലിയർ അല്ലേ?